ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ SCRT സീരീസിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ SCRT സീരീസിലെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നുള്ള ചാപ്റ്ററാണ്. ഒക്കെ ക്ലാസ്സിലേക്ക് കിടക്കല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, നിങ്ങളൊരു 10th ലെവലുള്ള എക്സാമൊക്കെ എഴുതുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും SCRT ക്ലാസ്സുകൾ കണ്ട് പഠിച്ച്, അതിപ്പം ഈ ക്ലാസ് എന്നല്ല ഏത് ക്ലാസ് ആണെങ്കിലും കണ്ട് പഠിച്ച് അല്ലെങ്കിൽ SCRT ഡയറക്റ്റ് വായിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം 60% ഓഫ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നത് SCRT ബുക്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ല അല്ലേ. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് 6.1-ൽ. അത് പരിശോധിച്ച് ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലേ എത്ര ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത്? 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ഏതൊക്കെ? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. അതിൽ ഇന്ത്യ എവിടെയാണ്? ഏഷ്യയിലാണ് അല്ലേ. ഏത് ഭാഗത്ത്? ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ളതാണ് വായിച്ചു പോയിട്ടുള്ളത്. ഇനിയാണ് ചാപ്റ്ററിൻ്റെ മെയിൻ പോർഷനിലേക്ക് കടക്കുന്നത്. ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് തന്നിട്ട് നമ്മൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ എവിടെ പോയി ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാല സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് പാമീർ പീഠഭൂമിയെക്കുറിച്ചല്ലേ. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമീർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. ഇവിടെ LGSനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് പാമീർ പീഠഭൂമി? ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് ആ പാമീർ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നതാണ് ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നൊക്കെ പറയുന്നത്. ഏതൊക്കെയാണ്? ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. അതെല്ലാം ഈ പാമീർ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലേ. തൽക്കാലം ഇതിനെ ഇന്ത്യ ആക്കിയിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇന്ത്യ ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ മാത്രമാണ് ഉൾപ്പെടുന്നത്? അല്ലല്ലേ. വേറെ മൊത്തം 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. നമുക്ക് പറയാം. തൽക്കാലം ഇന്ത്യൻ്റെ ഉപഭൂഖണ്ഡം എന്നുള്ള രീതിയിൽ ഇന്ത്യനെ വെച്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു മിനിറ്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ യോമ പർവ്വതനിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരകളും, തെക്കേ അതിർത്തിയിൽ നമുക്കറിയാം. തെക്കേ അതിർത്തിയിൽ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഈ ഒരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്.
HIHA ഇന്ത്യൻ മഹാസമുദ്രം. HIHA ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ചിത്രം 6.2 നിരീക്ഷിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 7 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ട്, പിന്നെ പാകിസ്ഥാനുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ ഇവിടെ കാണുന്ന ഇതിവിടെ വന്നതുകൊണ്ടാട്ടോ, ഇവിടെ ശ്രീലങ്കയുണ്ട്, പിന്നെ മാൽഡീവ്സും ഉണ്ട്. അങ്ങനെ 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെ? കുൻലൂൺ, നേരത്തെ നമ്മൾ പറഞ്ഞ കുൻലൂൺ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പാമീർ പീഠഭൂമിയുടെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വത നിര എന്നിവയാണല്ലോ ഉള്ളത്. നമുക്കറിയാലോ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായി വിശാലമായ സമതല പ്രദേശമാണുള്ളത്. അപ്പോൾ ഹിമാലയ പർവ്വതനിര എവിടെയാണ് വരുന്നത്? ഇതാണ് ഹിമാലയ പർവ്വതനിര. ഈ ഹിമാലയത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ. അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഹിമാലയ പർവ്വതനിര ഈ ഒരു ഭാഗത്താണെന്ന് വിചാരിക്കാം. ദെൻ അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഈ ഉത്തര പർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ UP അതുപോലുള്ള നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ മെയിനായിട്ട് വ്യാപിച്ചെടുക്കുന്ന ഉത്തര പർവ്വത മേഖലയാണ്. അതിന് താഴെയായിട്ട് വരുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്ന ഭാഗം. അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ നമ്മളെത്തി. ഓക്കെ, ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെടാൻ കാരണമായത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ കുറേ നദികളല്ല, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിക്ഷേപങ്ങൾ എവിടെയാണ്? ഈ പറയുന്ന ഉത്തര മഹാസമതലത്തിൽ കൊണ്ടേ നിക്ഷേപിക്കപ്പെടും. അങ്ങനെ അവിടെ എന്താവും? ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണൊക്കെ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഉത്തര പർവ്വത മേഖലയുണ്ട് നമുക്ക്. അപ്പോൾ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നുള്ള പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എക്കൽ മണ്ണൊക്കെ കാണപ്പെടുന്നതിനാൽ കൃഷിക്കൊക്കെ ഉപയോഗപ്രദമാണ്. പിന്നെ കൃഷി ചെയ്യാൻ നമുക്ക് എന്തും വേണം? ജലവും വേണം. ഈ ഉത്തര പർവ്വത മേഖലയിലുള്ള നദികൾ എന്താണ്? എല്ലാ സമയത്തും വെള്ളം ഉൾക്കൊള്ളുന്ന നദികളാണ് കമ്പയർ ടു ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണെങ്കിൽ അത് മൺസൂണിനെ മഴയെ ആശ്രയിച്ച് രൂപപ്പെടുന്ന നദികളാണ് ഉപദ്വീപീയ പീഠഭൂമി ഭാഗങ്ങളിൽ ഉണ്ടാവുക. എന്നാൽ അതേ സ്ഥാനത്ത് ഉത്തര പർവ്വത മേഖലയിലാവുമ്പം അത് ഹിമം കാരണം രൂപപ്പെടുന്ന നദികളാണ്. അപ്പം അതൊരിക്കലും വറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം, ഉത്തര മഹാസമതല പ്രദേശം എപ്പോഴും സമൃദ്ധമായിരിക്കും, പിന്നെ നിരപ്പാർന്നതായിരിക്കും. മണ്ണൊക്കെ വന്ന് അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും നിരപ്പാർന്നതായിരിക്കും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ എന്താണ് ഈ ഒരു ഭാഗത്ത് തിങ്ങിപ്പാർക്കാനും ഉണ്ടാവും. ഉത്തര മഹാസമതലത്തിന് തെക്ക് ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഒരു ഭാഗം ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തേക്കില്ല, വരച്ചപ്പോൾ തെറ്റിപ്പോയതാ. ഈ ഒരു ഭാഗം ഉപദ്വീപീയ പീഠഭൂമി, ഇവിടെ സമുദ്രമാണല്ലോ. അതിന് എത്ര ഉയരമുണ്ടെന്നാണ് പറയുന്നത്? 150 മുതൽ 900 മീറ്റർ ഉയരം.
150 മുതൽ 900 മീറ്ററാണ്. 900 മീറ്റർ 150 മുതൽ 900 മീറ്റർ ഉയരമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂവിഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അടുത്ത പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏത് വരും? നമ്മുടെ ഈ പാകിസ്ഥാൻ ഈ ഒരു ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അതെന്തുകൊണ്ടാണ്? ഇവിടെ മഴയുടെ അളവ് കുറവാണ്. അതുകൊണ്ടാണല്ലോ മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമി എന്ന് പറയുമ്പോൾ തീരെ മഴ ലഭിക്കാത്ത എന്നൊരു അർത്ഥം ഇല്ല കേട്ടോ. 25 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമി എന്ന് പറയുക. അതൊരു ക്വസ്റ്റ്യനാണ്. 25 സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമി എന്ന് പറയുക. അപ്പം അവിടെ കിട്ടുന്ന മഴയുടെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ചെറിയ ചെടികളായിരിക്കും വളരുക. വലിയ ചെടി വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറേ വെള്ളം വേണ്ടി വരും. അതേസമയത്ത് കുഞ്ഞി ചെടി അത് ഇലയൊന്നും ഇല്ലാതെ കള്ളിമുൾ ചെടികളായിട്ട് വളരുമ്പോൾ അവയ്ക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതയാണുള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്താ അറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. അതും ഒരു ക്വസ്റ്റ്യനാണ്. മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ്. മൺസൂൺ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഇനി നോക്കാനുള്ളത് സൂര്യൻ്റെ അയനമാണ്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഭൂമധ്യരേഖയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഉത്തരാർദ്ധഗോളം, ഇവിടെ ദക്ഷിണാർദ്ധഗോളമാണ്. ഉത്തരായന രേഖയ്ക്ക് 23.5 ഡിഗ്രി വടക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് വരും. അതിനും ദക്ഷിണായന രേഖയ്ക്ക് 23.5 ഡിഗ്രി തെക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാവുന്നു. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പം നമ്മുടെ മൺസൂൺ ഉണ്ടാവുന്ന 2 സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനും വടക്കിഴക്കൻ മൺസൂണിനും കാരണമാവുന്ന 2 സന്ദർഭങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന കാറ്റ് ആ ഒരു ഭാഗങ്ങളിൽ നല്ല മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അതേ സ്ഥാനത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ ആണ് ആ ഒരു ഭാഗത്ത്, അതായത് നോർത്ത് ആ ഒരു ഭാഗത്ത് മഴ ലഭിക്കാനും കാരണമാവുന്നത്. നോർത്ത് പറയാൻ പറ്റില്ല, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷാംശീയ സ്ഥാനം,
സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായി കാണുന്നതാണ് വിചാരിക്കുന്നത്. അക്ഷാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ ഏത് അക്ഷാംശത്തിലാണോ, ഉത്തര അക്ഷാംശത്തിലാണോ ദക്ഷിണ അക്ഷാംശത്തിലാണോ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥ മാറും. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രത്തിനോട് അടുത്തേക്ക് വരുമ്പം അവിടെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് സമുദ്രത്തിൽ നിന്ന് വളരെ ഉയരത്തിലാണെങ്കിൽ കൂടുതൽ തണുപ്പായിരിക്കും. അതുപോലെ തന്നെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്. സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ്. തെക്ക് ഭാഗത്താണല്ലോ നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും, പൊതുവെ ഉഷ്ണ കാലാവസ്ഥയായിരിക്കും. വടക്കു ഭാഗത്തേക്ക് പോകുമ്പോൾ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്കറിയാലേ, ഡൽഹി ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു ഡിസംബർ കാലമൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ. അതേ സ്ഥാനത്ത് ഈ വേനൽക്കാലം ആകുമ്പോൾ അവിടെ ഭയങ്കര ചൂടായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഡൽഹിയൊക്കെ മിതോഷ്ണ മേഖലയിൽ വരുന്നതാണ്. മൂന്നാർ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന, അത് വേണ്ട, അതൊരു ചെറിയൊരു പോർഷനാണ്. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? അതെന്താണ്, ഉയരത്തിനനുസരിച്ച് കാലാവസ്ഥ മാറും. സമുദ്രത്തിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് കാലാവസ്ഥ മാറും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാർ, ഊട്ടിയൊക്കെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുമ്പോൾ, സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ, ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ്, ഒരു മല വരികയാണ് വിചാരിക്കുക. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ വായു ഇതിലേ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് തട്ടിയിട്ട് ഇവിടെ വ്യാപകമായ മഴ പെയ്യും. അതേ സ്ഥാനത്ത് ഈ എതിർ ഭാഗത്ത് എന്താണ്, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈർപ്പമൊക്കെ തീർന്ന് ഈർപ്പരഹിതമായിട്ടുള്ള ഭാഗമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്, മഴ ലഭിക്കാനുള്ള അളവ് വളരെ കുറവാണ്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പരഹിത കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. ഇവിടെ ഒന്നും തട്ടി തടയാനില്ല. അപ്പോൾ ഇവിടെ എന്താണ്, മഴ പെയ്യിക്കാതെ ഇങ്ങോട്ട് കടന്നു പോകും. ഇവിടെ എത്തിയപ്പോഴാണല്ലേ തട്ടി തടയിക്കാനുള്ളത്. അപ്പോൾ അവിടെയാണ് മഴ ലഭിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. എന്താണ്, ആ ആരവല്ലിക്ക് സമാന്തരമായിട്ടാണ് കാറ്റ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഇന്ത്യനെ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആരവല്ലി ഉള്ളത് അല്ലേ. രാജസ്ഥാൻ ഒരു ഭാഗത്താണ് ആരവല്ലി ഉള്ളത്. അപ്പോൾ ആരവല്ലിക്ക് സമാന്തരമായിട്ട് കടന്നു പോകും. അപ്പോൾ അവിടെ എന്താണ്, മഴ പെയ്യിക്കാതെ അങ്ങ് പോകും. എവിടെയും തട്ടി തടയാനില്ലാത്തതുകൊണ്ട് സമാന്തരമായിട്ട് കടന്നു പോകും. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ്, സമുദ്രത്തിന് സാമീപ്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് ചൂട് പിടിച്ചുയരുന്ന വായുവിൽ എന്തായിരിക്കും, ആർദ്രതയുടെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലെങ്കിൽ വരണ്ട കാറ്റായിരിക്കും ഉണ്ടാവുക. കാറ്റിൻ്റെ ദിശയും അതിലെ ജലത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ജനങ്ങളൊക്കെ തിങ്ങി നിറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ധാരാളം മഴയും നല്ല മണ്ണും ഒക്കെ ഉള്ള സ്ഥലത്താണ് ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുക. അതേ സ്ഥാനത്ത് ഇതൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ ജനസംഖ്യയുടെ അളവും കുറവായിരിക്കും. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? അല്ല. ഉത്തരേന്ത്യക്കാരെന്താണ്, അധികം ഗോതമ്പ് ഉള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുക. അതേ സ്ഥാനത്ത് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ, നമുക്കറിയാം. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അല്ല. അവിടെ തണുപ്പിനെ അതിജീവിക്കാനുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോൾ ഇവിടെ എന്താണ്, നമുക്കങ്ങനെ തണുപ്പൊന്നുമില്ല. അപ്പോൾ നോർമലുള്ള വസ്ത്രങ്ങൾ ഇടാം. പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഇതര സമതലത്തിൽ മുഖ്യമായി കൃഷി ചെയ്യുന്നത്? അതുമല്ല. പശ്ചിമഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ധാരാളം അവിടെ എന്താണ്, ഈ ഒരു തണുപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സസ്യങ്ങളൊക്കെ നമുക്ക് വളർത്താൻ പറ്റുമെങ്കിൽ മറ്റ് സമതല പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ
അതിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഓരോ ഭൂപ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർബല്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. എക്സാമ്പിൾ, നമ്മുടെ രാജസ്ഥാനിലൊന്നും കൃഷിക്ക് അനുയോജ്യമല്ല, പക്ഷെ അവിടുത്തെ മണ്ണ് അത്യാവശ്യം വളക്കൂറുള്ളത് തന്നെയാണ്. അപ്പം ആവശ്യമായിട്ട് ജലമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും കൃഷി ചെയ്യിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന വിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും, രാജസ്ഥാനിലൊക്കെ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്തു പോകുന്നത്. അടുത്ത നമുക്ക് കുറച്ച് വിളകളും അതിൻ്റെ വിളവെടുപ്പ് മാസങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. നെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ജലം ആവശ്യമായിട്ടുള്ളൊരു വിളയാണ് നെല്ല്. നെല്ല് സാധാരണ വിത്തിടുന്നത് ജൂൺ ആ ഒരു മാസത്തൊക്കെയാണ് വിത്തിടുന്നത്. വിളവെടുക്കുന്ന മാസം എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. ഗോതമ്പ് പറയുമ്പോൾ ജലം മിതമായ അളവിലാണ് ആവശ്യമുള്ളത്. ഒക്ടോബർ മാസത്തിൽ വിത്ത് വിതച്ച് മാർച്ച് മാസം ഒരു വേനലിൻ്റെ ഒരു സമയത്ത് വിളവെടുക്കുന്നു. അതായത് ഗോതമ്പ് പറയുന്ന റാബി വിളയാണ് നമുക്ക് പഠിക്കട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട് റാബി വിള, ഖാരിഫ് വിള എന്നൊക്കെ പറഞ്ഞിട്ട്. തണ്ണിമത്തൻ എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്ന മാസം ഏപ്രിലാണെങ്കിലും വിളവെടുക്കുന്നത് ജൂൺ മാസങ്ങളിലൊക്കെയാണ്. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. ഓരോ വിളയും വിതയ്ക്കുന്നതിടെ വിളവെടുക്കുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഏതൊക്കെ? ഖാരിഫ്, റാബി, സെയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഖാരിഫ് വിള ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഖാരിഫ് പറയുമ്പോൾ മൺസൂൺ. ഏത് മൺസൂൺ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. നമ്മുടെ ഈ ഒരു ജൂൺ മാസമൊക്കെ അല്ലേ, ജൂൺ ജൂലൈ മാസത്ത് പാട്ടുണ്ടല്ലേ, ജൂൺ ജൂലൈ ആ ഒരു മാസത്തൊക്കെ കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. അത് ഞാൻ എങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ജൂൺ ജൂലൈ മാസത്തൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകാനൊക്കെ തുടങ്ങാം. സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഡ്രസ്സ് വേണം. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പരുത്തി എടുക്കാം. പരുത്തി കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സ് വേണം. ചില കുട്ടികൾ എന്താണ് ചണം കൊണ്ടൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ട് വരും. അങ്ങനെ വിചാരിക്കുക കേട്ടോ, ചണം കൊണ്ടുണ്ടാക്കിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ ചണവും പരുത്തിയും എന്താണ് നമ്മളെ സ്കൂൾ തുറക്കുന്ന മാസത്ത്, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന മാസത്ത് വിള ചെയ്യുന്ന കൃഷിയാണ്. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? ചോറ് വേണം. അപ്പം നെല്ലും വേണം. അരിയോടടുത്ത് വരുന്ന അരിച്ചോളം, വെറും ചോളെന്ന് പഠിച്ചാലും മതി, അരിച്ചോളെന്ന് പഠിച്ചാലും മതി. പിന്നെ ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് ആ ഒരു സമയത്താണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നെല്ലിനെയും പരുത്തിയും ചാണകമൊക്കെയാണ്. അപ്പോൾ അത് മെയിനായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ കൂടെ അരിച്ചോളവും ഉണ്ട്, ബജ്റയുണ്ട്, തുവരയുണ്ട്. അത് ഖാരിഫ് വിളയാണ്. ഖാരിഫ് എന്ന് പറയുമ്പോൾ ബാരിഷ്, ഖാരിഫ് ബാരിഷ് മഴ എന്നുള്ള മെയിനായിട്ട് ഓർത്ത് വെക്കാം. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി ആവശ്യമുള്ള ഗോതമ്പ്. ഊഷ്മാവും വേണം, എന്താണ് ജലവും മിതമായിട്ട്. അപ്പോൾ എന്താ നമ്മുടെ ഒരു ഇത് തുടങ്ങുന്ന ശൈത്യം തുടങ്ങുന്ന ഈ ഒരു സമയം, അതാണെന്ത്? റാബി എന്ന് പറയുമ്പോൾ ഏകദേശം തണുപ്പ് എന്ന് തന്നെ വിചാരിച്ചോ. തണുപ്പ് മാസത്ത് നമ്മളധികം എന്തുള്ള ഭക്ഷണം കഴിക്കണം? ചൂടായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ചൂടായിട്ടെന്ന് പറയുമ്പോൾ പയറുവർഗ്ഗങ്ങളിൽ നമുക്ക് ചൂട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വറവിട്ടൊക്കെ കഴിക്കൂലേ, വറവിട്ടൊക്കെ കഴിക്കുക എന്താ? ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഓർത്തുണ്ടെങ്കിൽ കടുക് കിട്ടും. കടുക് എന്താണ്? റാബി എന്ന് പറയുമ്പോൾ തണുപ്പാണ്. തണുപ്പ് കാലത്ത് ഗോതമ്പ് ഈ നമ്മൾ ഈ നോർത്ത് ഇന്ത്യ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരധികം കഴിക്കുന്നത് ഗോതമ്പാണ്. കാരണം അവരുടെ ആ ഭാഗത്തൊക്കെ തണുപ്പ് കൂടുതലാണ് എന്നൊക്കെ ആലോചിക്കാം. അപ്പം ഗോതമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ചൂടൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ റാബി വിളകളിൽ ഏതൊക്കെ പെടും? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയാണ് റാബി വിളകൾ. അത് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. തണുപ്പ് കഴിയുന്നതോടെ റാബി കാലം അവസാനിക്കുന്നു. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പം ചൂട് കാലത്ത് നമ്മൾക്ക് എന്താണ്? ഈ തണ്ണിമത്തനൊക്കെ ചൂട് കാലത്താണ് അധികം നമുക്ക് കിട്ടുക അല്ലേ. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് തണ്ണിമത്തനൊക്കെ ഈ വേനൽക്കാലത്ത് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയ ഈ സമയത്ത്
കൃഷി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ശരിക്കും കിട്ടുന്നത് ആ ഒരു സമയത്താണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. നമുക്ക് തണ്ണിമത്തൻ കിട്ടുന്നത് ഏപ്രിൽ മാസത്തിലൊക്കെയാണ്, ചൂടുള്ള മാസത്തിൽ. പക്ഷേ ഇവിടെ ശരിക്കും പറയുന്നത് കൃഷി ചെയ്യുന്നു എന്നാണ് കേട്ടോ. ആ ഒരു സമയത്താണ് കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത്. മെയിനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. പഴം, പച്ചക്കറികളൊക്കെ ഏത് വിളയാണ്? സെയ്ത് പറയുമ്പോൾ ചൂട് കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് പഴം, പച്ചക്കറികളൊക്കെ. ഇനി ഭക്ഷ്യവിളകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. പയറ്, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗം. പയറ്, തുവര. ഇനി നാണ്യവിളകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകൾ എങ്ങനെയാണ്? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ നമ്മൾ വാണിജ്യം ചെയ്യാൻ വേണ്ടി, വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നവയാണ് നാണ്യവിളകൾ. അതിലേതൊക്കെ പെടും? പുകയില, കരിമ്പ്, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ. ഒക്കെ മെയിനായിട്ട് നമുക്ക് വ്യവസായത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളതാണ്. കരിമ്പാകുമ്പോൾ പഞ്ചസാര, പുകയില, പിന്നെ പരുത്തി ഡ്രസ്സിന്, പിന്നെ ചണം ഒക്കെ അങ്ങനെ തന്നെ. എണ്ണക്കുരുക്കൾ, അതൊക്കെ നാണ്യവിളകളാണ്. ഇനി നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? പരുത്തിയാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയുമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണേ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്, കോട്ടണോപോളിസ് മുംബൈ ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. ഈ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നറിയോ? വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു ഭാഗത്താണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ട വിളകളാണ്. ഇനി വിവിധ വിളകളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ വിവിധ കൃഷിരീതികൾ ഏതൊക്കെയാണെന്ന് അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്ററാണ് അല്ലേ, 7th ക്ലാസ്സിലെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു.